ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബീഫ് വെച്ചിട്ടുള്ള മോമോസാണ്. അപ്പോൾ ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബീഫ് വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കി. ഒരു വെറൈറ്റി ആയിട്ടുള്ള മോമോസാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു വലിയ സവാള, പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ എല്ലാം കൂടെ ചതച്ചതും സവാള അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പാത്രമൊന്നും സവാള വഴറ്റിയ പാത്രമൊന്നും മാറ്റിയതാണ്. ഇതൊന്ന് സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി അധികം വേണ്ട. ഇതൊന്ന് നല്ലോണം പച്ച മണം ഒന്ന് മാറണവരൊക്കെ ഒന്ന് വഴറ്റിയെടുക്കും. അധികം മസാലകളൊന്നും ചേർത്ത് പൊടികളൊന്നും ചേർത്തണില്ല. അതിന് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ബീഫ് ഞാനൊന്ന് ഉപ്പ് ഇട്ട് വേവിച്ചിട്ടൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തതാണ്. അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നേരിയ ചൂടുള്ളൂ. ഇതിൻ്റെ ഇറച്ചിയുടെയൊക്കെ ചൂടെല്ലാം മാറിയേക്കണേന്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ക്യാബേജും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോയ സോസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം. ഒരു 2 കപ്പ് മൈദ, 2 കപ്പ് മൈദ എടുത്ത് ഞാനൊന്ന് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് നെയ്യാണ് അതിനകത്ത് ഇടുന്നത്. ഒരു ടേബിൾ സ്പൂണോളം നെയ്യ്, കുറച്ച് ഉപ്പുണ്ട്. ഉപ്പിട്ടിട്ട് ഒന്നിങ്ങനെ എല്ലാം കൂടെ ഒന്ന് കുഴച്ച് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പ്, ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്.
എന്നിട്ടൊന്ന് മൈദ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്ക് പൂരിക്കൊക്കെ കുഴക്കണ പോലൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. അതൊരു മണിക്കൂറൊന്ന് ഇങ്ങനെ തന്നെ മൂടി വെക്കാം. മൈദ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരു മൂടി വെച്ചിട്ട് നമുക്ക് ഇത് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ബീഫിൻ്റെ മസാല ഇങ്ങനെ ആക്കി നമുക്ക് അടച്ചു കൊടുക്കാം. മോമോസിൻ്റെ ഫില്ലിങ്ങും എല്ലാം ഉള്ളിൽ വെച്ച് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം. കുറച്ച് ഞാൻ വറുത്തെടുക്കണേണ് ചെയ്യണം, പൊരിച്ചെടുക്കണേണ് ചെയ്യണത് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇതിനകത്തേക്ക് നമുക്ക് ഓരോ മോമോസ് ഇട്ട് കൊടുക്കാം. നമുക്ക് കോരിയെടുക്കാം. ഇതൊന്ന് ആവിയിൽ കുറച്ചെടുത്തിട്ട് വേവിച്ചെടുക്കുന്നതാണ്. നമ്മുടെ മോമോസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള മോമോസാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.